നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം അതിന്റെ സ്വാഭാവിക കടലാഴത്തോടെ കപ്പലുകളെ സ്വീകരിക്കുമ്പോൾ ആടി ഉലയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളാണ്. സർ CP വിഴിഞ്ഞം തുറമുഖം വേണമെന്ന് പറഞ്ഞത് തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമാക്കാനാണെന്ന് വ്യാഖ്യാനിച്ചത് മുതൽ വിഴിഞ്ഞം വരുന്നത് വല്ലാർപാടത്തെ തകർക്കാനാണെന്ന പ്രാദേശിക വാദം വരെ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൊടി പിടിച്ചും ഭരണപക്ഷത്തിരിക്കുമ്പോൾ കൊടി പാറിച്ചും നടത്തിയ നീക്കങ്ങൾ കേരളത്തിന്റെ എല്ലാ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയും സഞ്ചരിച്ച ഇതുപോലെ മറ്റൊരു പദ്ധതി ഉണ്ടാകില്ല. സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം PO കേരളം. ഇനി കേരളത്തിന് ഒരു വിലാസമുണ്ടെങ്കിൽ അതിന്റെ തപാൽ ഓഫീസ് വിഴിഞ്ഞമായിരിക്കും. ഏത് മാതൃകപ്പലിനെയും സ്വീകരിക്കാനുള്ള ആഴവുമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാത്തുകിടന്ന തുറമുഖമാണ്. അവിടേക്ക് എന്തുകൊണ്ട് ഇതുവരെ ഒരു കപ്പൽ അടുത്തില്ല? ആഴം കൂട്ടാനുള്ള മണ്ണെടുത്ത് ഒരു ദ്വീപ് തന്നെ ഉണ്ടാക്കേണ്ടി വന്ന വല്ലാർപാടത്തേക്ക് 1.5 പതിറ്റാണ്ട് മുമ്പ് തന്നെ എന്തുകൊണ്ട് മദർഷിപ്പുകൾ എത്തി? അത് പ്രാദേശിക രാഷ്ട്രീയം കൊണ്ടോ തിരുവനന്തപുരത്തോടുള്ള അവഗണന കൊണ്ടോ ആയിരുന്നില്ല. കപ്പലുകൾ ഉണ്ടായ കാലം മുതൽ കൊച്ചി തുറമുഖമായിരുന്നു. അക്കാലം മുതൽ ആ തുറമുഖത്ത് അനുബന്ധ വ്യവസായങ്ങളും പന്തലിച്ചു. തിരുവനന്തപുരത്ത് തുറമുഖമാക്കാവുന്ന ആഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തുറമുഖമുണ്ടായിരുന്നില്ല. കപ്പലിൽ ഇറങ്ങുന്ന ചരക്ക് ഉപയോഗിക്കേണ്ട വ്യവസായങ്ങളിലേക്ക് 100 കണക്കിന് കിലോമീറ്ററുകളുടെ ഓട്ടമുണ്ടായിരുന്നു. വിഴിഞ്ഞം വല്ലാർപാടത്തിന് ഭീഷണിയാണെന്നും വല്ലാർപാടം വിഴിഞ്ഞത്തെ തടഞ്ഞെന്നുമുള്ള പ്രാദേശിക വാദങ്ങളൊന്നും ഇനി നിലനിൽക്കുന്നതല്ല. 2 തുറമുഖങ്ങൾക്കും 2 വിധമാണ് നിലനിൽപ്പ്. അങ്ങനെയെങ്കിൽ ഇനി എങ്ങനെ വിഴിഞ്ഞം മുന്നോട്ടു പോകും? വിഴിഞ്ഞം ഏതെങ്കിലും ഒരു സർക്കാരിന് മാത്രം അവകാശപ്പെടാവുന്ന പദ്ധതി അല്ല. സർ CPയുടെ കാലത്ത് ആലോചന തുടങ്ങി. 1991 മാത്രം ഫയൽ നീക്കം ആരംഭിച്ചു. സാധ്യത പഠിക്കാൻ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയമിക്കുന്നത് 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ സർക്കാരാണ്. സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന തുറമുഖം എന്നായിരുന്നു അന്നെല്ലാം സങ്കല്പം. എന്നാൽ അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പുവയ്ക്കാൻ ചർച്ച നടത്തി സ്വകാര്യ വഴിയിലേക്ക് നീങ്ങിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി K ബാബുവുമാണ്. അതിന് മധ്യസ്ഥത നിന്നത് ഇന്ന് ഇടതുമുന്നണിക്കൊപ്പമുള്ള അന്നത്തെ കേന്ദ്രമന്ത്രി KV തോമസ് ആണ്. 2015 ഡിസംബറിൽ നിർമ്മാണോദ്ഘാടനം. നിർമ്മാണം നടന്നത് മുഴുവൻ പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്ത്. 2018 തീരേണ്ടിയിരുന്ന തുറമുഖം പല കാരണങ്ങളാൽ 2024 വരെ നീണ്ടു. പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകാൻ ഇനിയും വേണം വർഷങ്ങൾ. ഇതോടൊപ്പം തയ്യാറാക്കിയ അനുബന്ധ വ്യവസായങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ കപ്പലുകൾ വരാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ ഏറ്റവും വെല്ലുവിളിയുള്ള കാലത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നതേയുള്ളൂ. 33 വർഷം കൊണ്ട് പ്രവർത്തന ലാഭം ഉണ്ടാക്കി സർക്കാരിന് കൈമാറുന്ന കരാറായിരുന്നു ആദ്യം. മറ്റൊരു 33 വർഷം കൂടി ദീർഘിപ്പിക്കാവുന്ന ചട്ടങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്തു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അദാനി പോർട്സ് ലിമിറ്റഡിന് കീഴിൽ തന്നെ ആയിരിക്കും ഈ തലമുറയുടെ കാലത്തെങ്കിലും തുറമുഖം, അല്ലെങ്കിൽ അവർ കൈമാറുന്നവർക്ക്. തുറമുഖത്തിൻ്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണത്തിൽ മാത്രമാണ് അദാനി പോർട്സുമായി കരാർ. തിരുവനന്തപുരത്ത് ഒരു വ്യവസായ സംസ്കാരം വളർത്തിയെടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ്. മീൻ കയറ്റുമതി പാർക്കുകളാണ് ആദ്യം ഉണ്ടാകേണ്ടത്. കൊച്ചിയുമായി മത്സരമുണ്ടാകും. എങ്കിലും തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും കന്യാകുമാരിയിലെയും വരെ മീൻപിടുത്തക്കാർക്ക് വളരാനുള്ള അവസരമാണിത്. മറ്റൊരു സാധ്യത വസ്ത്ര പാർക്കുകളാണ്. കയറ്റുമതിക്ക് വലിയ അവസരങ്ങളാണ് തുറന്നു കിടക്കുന്നത്. പിന്നെ കൊല്ലത്തെ കമ്പനികളിലേക്കുള്ള കശുവണ്ടിയും തിരുവനന്തപുരത്ത് എത്തിക്കാം. കയർ പാർക്കുകൾ തുറന്ന ആലപ്പുഴക്കാർക്കും വളർച്ചാ സാധ്യതകൾ തുറന്നു നൽകാം. ഇതെല്ലാം വരണമെങ്കിൽ വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല, വ്യാവസായിക സംസ്കാരം കൂടിയാണ്. കലയ്ക്കും സാഹിത്യത്തിനും മാത്രമല്ല സാംസ്കാരിക പശ്ചാത്തലം വേണ്ടത്, വ്യവസായത്തിനും വേണം ഭാവനയും അനുകൂല സൗകര്യങ്ങളും. ഇപ്പോൾ വ്യാവസായിക അന്തരീക്ഷം ഏറ്റവും കുറഞ്ഞ ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം. ടെക്നോ പാർക്കുകളല്ല, വ്യവസായ പാർക്കുകൾ. വിപണിയുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ അനുദിനം പരിഷ്കരിക്കുന്ന മായിക സംവിധാനമാണ് അത്.
പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ വളർന്നത് അങ്ങനെയാണ്. നമ്മൾ മനസ്സിൽ പോലും കാണാത്ത പുതുമകളുമായി ചൈനയിൽ നിന്ന് വന്നിറങ്ങുന്ന ഫോണുകളും ടെലിവിഷനുകളും അതുപോലുള്ളവയുമായി ആഴ്ചയിൽ ഒരു കപ്പലെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് പോവുക എന്നാൽ കേരളം ഇന്നത്തെ കടങ്ങളെല്ലാം വീട്ടിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇവിടുത്തെ യുവാക്കൾ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി പണക്കാരുമാകും. നോട്ട് ഇരട്ടിപ്പുകളോ ലോട്ടറികളോ കൊണ്ടല്ല, രാജ്യാന്തര വിപണിയെ വിലയ്ക്ക് വാങ്ങിയാണ് പോക്കറ്റുകൾ നിറയേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് വല്ലാർപാടം വളർന്നില്ല? വല്ലാർപാടം വളരാത്തതിനുള്ള ഏക കാരണം നവകാല വ്യവസായങ്ങളൊന്നും കൊച്ചിയിൽ വന്നില്ല എന്നതാണ്. ബൾക്ക് കാർഗോ വരുന്ന ഫാക്ടറും ഓയിൽ കാർഗോ വരുന്ന റിഫൈനറിയും അല്ലാതെ മറ്റൊന്നും കൊച്ചിയിൽ വന്നില്ല. കണ്ടെയ്നറിൽ കയറ്റി അയക്കേണ്ട വ്യവസായങ്ങളോ കണ്ടെയ്നറിൽ വന്നിറങ്ങുന്നവ വിൽക്കാനുള്ള വ്യാപാര അന്തരീക്ഷമോ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ദുബായ് പോർട്സ് വേൾഡ് ഏറ്റെടുത്തിട്ടും പഴയ കൊച്ചി തുറമുഖത്ത് വന്നിരുന്നതിന് സമാനമായ ചരക്ക് മാത്രമേ വല്ലാർപാടത്തും എത്തിയുള്ളൂ. അതാണ് വിഴിഞ്ഞത്തിനുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പ്. വിഴിഞ്ഞത്ത് ഒരു കപ്പൽ വന്നതുകൊണ്ട് ആയില്ല. അതിൻ്റെ ഗുണം ലഭിക്കാൻ തിരുവനന്തപുരം നഗരത്തിൻ്റെ വടക്കൻ മേഖല മുഴുവൻ ഒരു വ്യവസായ സംസ്കാരം വളർന്നു വരണം. അങ്ങനെയാണ് ഈ തുറമുഖത്തിനായി ത്യാഗം സഹിച്ച മത്സ്യബന്ധന സമൂഹത്തിന് പ്രത്യുപകാരം ചെയ്യേണ്ടത്. കഴിഞ്ഞുപോയ കോലാഹലങ്ങൾ മറക്കാം. അദാനിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളും നമുക്ക് വിഷയമാക്കേണ്ടതില്ല. വളരട്ടെ വിഴിഞ്ഞം വാനോളം എന്നാശംസിച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.